വെൽക്കം ടു പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DSM അഥവാ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന ബുക്കിനെ കുറിച്ചാണ്. എന്താണ് DSM എന്ന് നമുക്ക് നോക്കിയാലോ. കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് മാനുവലാണ് DSM എന്ന് പറയുന്നത്. അതായത് ഒരു മെൻ്റൽ ഡിസോർഡറിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാനുവലാണ് DSM. ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന ഒരു ബുക്കും കൂടിയാണിത്. പ്രൊഫഷണൽ സെറ്റിങ്സിൽ മെൻ്റൽ ഡിസോർഡേഴ്സിനെ അഡ്രസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് DSMലേതാണ്. ഇനി നമുക്ക് DSMൻ്റെ സ്റ്റോറി ഒന്ന് നോക്കിയാലോ. 1952 ആദ്യത്തെ വേർഷൻ പുറത്തിറക്കുന്നത്. 60 ഡിസോർഡേഴ്സ് ആയിരുന്നു അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എഡിഷൻ 1968 വന്നത്. സൈക്കോ അനലിറ്റിക് ട്രഡീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറക്കിയ പുസ്തകമായിരുന്നു അത്. മൂന്നാമത്തെ വേർഷൻ വന്നത് 1980 ബയോമെഡിക്കൽ മോഡലിനെ ഫേവർ ചെയ്തുകൊണ്ട് ഇറക്കിയ പുസ്തകമായിരുന്നു അത്. DSM-3R 1987 വന്നിട്ടുള്ളത്. പലയധികം മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയനെ ചേഞ്ച് ചെയ്തുകൊണ്ട് വന്നതായിരുന്നു DSM-3R എന്ന് പറയുന്നത്. 1994 DSM-4 വന്നിട്ടുള്ളത്. 2000 അതിൻ്റെ റിവൈസ്ഡ് വേർഷനായിട്ടുള്ള DSM-4TR പബ്ലിഷ് ചെയ്തു. ശേഷം 2013 DSM-5 പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് DSM-5ൻ്റെ സ്ട്രക്ചറാണ്. അതിലാദ്യമായിട്ട് മെയിൻ ഡയഗ്നോസ്റ്റിക് കാറ്റഗറീസാണ് മെൻഷൻ ചെയ്യുന്നത്. ആദ്യത്തെ ഡിസോർഡേഴ്സാണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്. ADHD, ഓട്ടിസം, ലേണിംഗ് ഡിസോർഡേഴ്സ് ഇതെല്ലാം ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സാണ്. അടുത്തതാണ് സ്കീസോഫ്രീനിയ ആൻഡ് അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്. ഇതിൽ സ്കീസോഫ്രീനിയയും സിമിലർ ആയിട്ടുള്ള ഡിസോർഡേഴ്സാണ് വരുന്നത്. തേർഡാണ് ബൈപോളാർ ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ബൈപോളാർ 1 and 2 മൂഡ് സ്വിങ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഡിപ്രസീവ് ഡിസോർഡേഴ്സാണ് ഫോർത്ത് വൺ. ഡിപ്രഷൻ റിലേറ്റഡ് കണ്ടീഷനാണ് ഇതിൽ വരുന്നത്. അടുത്തത് ആങ്സൈറ്റി ഡിസോർഡേഴ്സാണ്. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, OCD, ഹോർഡിംഗ് ഇതെല്ലാമാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ട്രോമ ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. അടുത്തതാണ് ട്രോമ ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. PTSD, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഇതെല്ലാം വരുന്നത് ട്രോമ ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സിലാണ്. ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സാണ് നെക്സ്റ്റ് വൺ. മെമ്മറി, ഐഡൻറ്റിറ്റി ഇതിൽ ഇഷ്യൂസ് വരുന്നതാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിൽ മെൻഷൻ ചെയ്യുന്നത്. സൊമാറ്റിക് സിംറ്റം ഡിസോർഡറാണ് അടുത്തത്. ക്ലിയർ ആയിട്ടുള്ള മെഡിക്കൽ കോസ് ഇല്ലാതെ ഫിസിക്കൽ സിംറ്റംസ് കാണിക്കുന്നതാണ് സൊമാറ്റിക് സിംറ്റം ഡിസോർഡേഴ്സ്. നെക്സ്റ്റ് ആണ് ഫീഡിംഗ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. അനറോക്സിയ, ബുളീമിയ ഇതെല്ലാമാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് എലിമിനേഷൻ ഡിസോർഡേഴ്സ്. ബെഡ് വെറ്റിംഗ് പോലുള്ള ഇഷ്യൂസ് വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. അടുത്തതാണ് സ്ലീപ്പ് വേക്ക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇൻസോംനിയ പോലുള്ള സ്ലീപ്പ് പ്രോബ്ലംസ് കാരണം കൊണ്ടാണ് സ്ലീപ്പ് വേക്ക് ഡിസോർഡേഴ്സ് വരുന്നത്. അടുത്തതാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്. സെക്ഷൽ ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. അടുത്തതാണ് ജെൻഡർ ഡിസ്ഫോറിയ. ജെൻഡർ ഐഡൻറ്റിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഡിസ്ട്രെസ് അതാണ് ഇതിൽ വരുന്നത്. അടുത്തതാണ് ഡിസ്റപ്റ്റീവ് ഇമ്പൾസ് കൺട്രോൾ ആൻഡ് കണ്ടക്ട് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ട് ഡിസോർഡർ പോലെയുള്ള ബിഹേവിയർ ഇഷ്യൂസാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതാണ് സബ്സ്റ്റൻസ് റിലേറ്റഡ് ആൻഡ് അഡിക്റ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഡ്രഗ് അഡിക്ഷൻ, ഗാംബ്ലിംഗ് ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സാണ് അടുത്തത്. മെമ്മറി, തിങ്കിങ് ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസാണ് ഈ ഒരു ഡിസോർഡേഴ്സിൽ വരുന്നത്. അടുത്തതാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ് നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ബിഹേവിയർ, തോട്ട്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഡിസോർഡറിൻ്റെ കാറ്റഗറിയാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് പാരാഫീലിക് ഡിസോർഡേഴ്സ്.
മറ്റുള്ളവർക്ക് ഡിസ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ഡിസോർഡേഴ്സിൽ വരുന്നത്. വാരിയസ് അസസ്മെൻറ്റ് ടൂൾസ് DSMൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഡിസോർഡറിൻ്റെ സിംറ്റത്തിൻ്റെ സിവിയാരിറ്റിയും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. DSMും ICDയും തമ്മിലുള്ള 5 സിമിലാരിറ്റീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത്, ICDയും DSMും മെൻ്റൽ ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടൂളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടിലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കോഡിംഗ് അലൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് രണ്ടും സ്വീകരിച്ചിരിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സിംറ്റംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇൻ്റർവെൻഷൻസ് ഗൈഡ് ചെയ്യാനായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ യൂട്ടിലിറ്റിയും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ സിമിലാരിറ്റിയാണ് ICDയും DSMും റിസർച്ചിൻ്റെ കാര്യങ്ങളിൽ വളരെയധികം അപ്ഡേറ്റഡ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ്സാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ICDയും DSMും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിലാദ്യത്തേതാണ് പബ്ലിഷർ ആൻഡ് ഗവേണിംഗ് ബോഡി. DSM പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അഥവാ APA ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഇത് പ്രൈമറിലി ഉപയോഗിക്കുന്നത്. എന്നാൽ ICD ആവട്ടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. വേൾഡ് വൈഡായിട്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിന് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ ഡിഫറൻസ് ആണ് സ്കോപ്പ് ആൻഡ് പേർപ്പസ് എന്ന് പറയുന്നത്. DSM കൂടുതലായിട്ടും മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിലാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. സൈക്കാട്രി, സൈക്കോളജി റിസർച്ചിനും ക്ലിനിഷ്യൻസിനുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ICD ആവട്ടെ എല്ലാ ഹെൽത്ത് കണ്ടീഷൻസും കവർ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസോർഡേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പബ്ലിക് ഹെൽത്തിലും എപ്പിഡമോളജിക്കൽ റിസർച്ചിനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. മൂന്നാമത്തേതാണ് വേർഷൻസ്. DSM ഇപ്പോൾ കറൻ്റായിട്ട് ഉപയോഗിക്കുന്നത് DSM-5 ആണ്. ടെക്സ്റ്റ് റിവിഷൻ 2022. പീരിയോഡിക്കലി DSM അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സൈക്കാട്രിക് റിസർച്ചിൽ അഡ്വാൻസ്മെൻറ്റ്സും ഇത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. ICD-11 ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേർഷൻ. 2019 ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ICDയും പീരിയോഡിക്കലി റിവൈസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഇൻ്റർനാഷണൽ കൺസെൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. നാലാമത്തേതാണ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. DSMൽ ഡീറ്റെയിൽഡായിട്ട് ഓരോ ഡിസോർഡറിനും ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഹൈലി സ്പെസിഫിക് ആണ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ യൂസിന് സ്ട്രക്ചേർഡുമാണ്. എന്നാൽ ICDയിലാവട്ടെ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രോഡർ ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ക്ലിനിഷ്യൻസിന് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലാണ് ICD ഒരുക്കിയിട്ടുള്ളത്. അഞ്ചാമത്തേതാണ് അപ്രോച്ച് ടു ക്ലാസിഫിക്കേഷൻ. DSM ഒരു കാറ്റഗോറിക്കൽ അപ്രോച്ചാണ് നടത്തുന്നത്. അതായത് ഒരു മെൻ്റൽ ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ICDയിലാവട്ടെ കുറച്ചുകൂടി ഡൈമെൻഷണൽ ആയിട്ടുള്ള അപ്രോച്ചാണ് കൊടുക്കുന്നത്. ഒരു സ്പെക്ട്രം ഓഫ് കണ്ടീഷൻസും അത് എങ്ങനെയാണ് നമ്മുടെ ഫങ്ഷനിങ്ങിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ICDയിൽ പറയുന്നത്. ആറാമത്തേതാണ് ഓഡിയൻസ്. DSM കൂടുതലായിട്ടും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനും റിസർച്ച് സ്റ്റുഡൻസിനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആറാമത്തെ ഡിഫറൻസ് ആണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ സെറ്റിങ്സ്, റിസർച്ച് എന്നീ മേഖലകളിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ ഇൻറ്റൻറ്റ് ചെയ്തുകൊണ്ടാണ് DSM ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ICD ആവട്ടെ ഒരു ഗ്ലോബൽ ഓഡിയൻസിനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജനറൽ പ്രാക്ടീഷണേഴ്സ്, പബ്ലിക് ഹെൽത്ത് ഒഫീഷ്യൽസ്, പല വാരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഫീൽഡിലുള്ള റിസർച്ചേഴ്സ് ഇവർക്കും ഇൻക്ലൂഡഡ് ആണ്. ഏഴാമത്തെ ഡിഫറൻസ് ആണ് കോസ്റ്റിൽ വരുന്നത്. DSM ആവട്ടെ വേറെ ഒരു പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആയിരിക്കില്ല. നമ്മളൊരു ബുക്ക് പർച്ചേസ് ചെയ്യുക തന്നെ വേണം. ആൻഡ് ഓരോ എഡിഷനും സെപ്പറേറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. എന്നാൽ ICD ആവട്ടെ നമുക്ക് ഓൺലൈനായിട്ട് ആക്സസിബിൾ ആണ്. ഒരു പബ്ലിക് ഹെൽത്ത് ടൂളായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. എട്ടാമത്തേതാണ് കൾച്ചറൽ ആൻഡ് ഗ്ലോബൽ റിലവൻസ് എന്ന് പറയുന്നത്. DSM ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് US-ലാണ്. വെസ്റ്റേൺ കൾച്ചറൽ നോംസാണ് കൂടുതലായിട്ടും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ICD ആവട്ടെ ഇൻ്റർനാഷണൽ കൊളാബറേറ്റീവ് പ്രോസസ്സിലൂടെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി കൾച്ചറലി ഇൻക്ലൂസീവാണ്, മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് അപ്ലിക്കബിളുമാണ്.
DSM-5 ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തേതാണ് കൾച്ചറൽ ബയസ് എന്ന് പറയുന്നത്. DSM-5 കൂടുതലായിട്ടും വെസ്റ്റേൺ നോംസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ വെസ്റ്റേൺ കൾച്ചേഴ്സിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മിസ്ഡയഗ്നോസ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. രണ്ടാമത്തേതാണ് കാറ്റഗോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് DSM മെൻ്റൽ ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻആക്യുറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിൽ എത്താനായിട്ടും സാധ്യതയുണ്ട്. മൂന്നാമത്തേതാണ് ഓവർ ഡയഗ്നോസിസ്. ക്രൈറ്റീരിയ ബ്രോഡൻഡ് ആയതുകൊണ്ട് തന്നെ DSM ചില സമയത്ത് ADHD, ഡിപ്രഷൻ എന്നുള്ള ഈ ഡിസോർഡേഴ്സിനൊക്കെ ഓവർ ഡയഗ്നോസിസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. നാലാമത്തേതാണ് ലാക്ക് ഓഫ് ബയോളജിക്കൽ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. DSM-5 ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ടെസ്റ്റിനുപരി സിംറ്റംസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിമിലർ ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. അവസാനത്തെ ലിമിറ്റേഷനാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. DSM-5 എന്ന് പറയുന്നത് പലയധികം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നോർമലായിട്ടുള്ള ബിഹേവിയറിനെ പോലും ഓവർ മെഡിക്കലൈസ് ചെയ്തിട്ടും കാണാറുണ്ട്. സോ ഇത്രയുമാണ് DSM എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ച് പറയാനുള്ളത്. സോ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ബുക്ക് റിവ്യൂസ് അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ കേട്ടോ. താങ്ക് യു.